നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചോദ്യമായിരിക്കും, സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇത് ഇന്റഗ്രേഷൻ ആണ്, എങ്ങനെയാണ് പെട്ടെന്ന് മനസ്സിലാക്കണം. ചോദ്യം ശ്രദ്ധിക്കുക. ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ ഈസ് ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 1 + x². ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഇന്റഗ്രേഷൻ ഈസ് ആക്ച്വലി ആന്റി ഡെറിവേറ്റീവ്. അതായത് ഒരു ഫംഗ്ഷനെ നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ ആൻസർ കിട്ടുന്നത്, ഈ എഫ് ഓഫ് എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിയ ആൻസറാണിത്. ഈ കിട്ടിയ ആൻസറിനെ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഈ ഫംഗ്ഷൻ കിട്ടണം. സംഭവം ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഈ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 1 + x² ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടണം? ആ ഫംഗ്ഷൻ കിട്ടണം. ഇത്രയുള്ള പരിപാടി. അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എക്സിന്റെ ടേമിലാണ് ഫംഗ്ഷൻ എങ്കിൽ ഒരു dx ഇട്ട് കൊടുക്കണം. ഇനി സിമ്പിളാണ്. നിങ്ങൾ ഈ എഫ് ഓഫ് എക്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ടാൻ ഇൻവേഴ്സ് എക്സ്, അതിന് പകരം നിങ്ങൾ ടി കൊടുക്കുക. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് അല്ലടാ ടി, 1/1 + x². അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സിന് പകരം ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/1 + x². ആൻഡ് ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ dt/dx. നിങ്ങൾ ഈ dx ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ dx/1 + x² ഈസ് ഈക്വൽ ടു dt എന്ന് എഴുതിക്കൂടെ? ഇനി നേരെ അവിടെ കൊണ്ടുപോയി റീപ്ലേസ് ചെയ്തോ. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സിന് പകരം നമ്മൾ ടി കൊടുത്തു. ഈ dx/1 + x² പകരം ഇപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? dt കൊടുക്കാം. അപ്പോൾ ദാ ടി dt. എടാ എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ x²/2 ആ. ടിയെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ t⁻1 + 1 ഡിവൈഡഡ് ബൈ 1 + 1, അതായത് t²/2. സോ ആൻസർ ഈസ് t²/2 + c. ഈ ടിക്ക് പകരം നിങ്ങൾ എന്ത് റീപ്ലേസ് ചെയ്യുക? നിങ്ങൾ ആദ്യം കൊടുത്തിട്ടുള്ള ടാൻ ഇൻവേഴ്സ് എക്സ് ഇല്ലേ, ആ ടാൻ ഇൻവേഴ്സ് എക്സ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ ടാൻ ഇൻവേഴ്സ് എക്സ്, അതിന്റെ സ്ക്വയർ ആട്ടോ, t² ആണ്, /2 + c. ഇതാണ് ആൻസർ. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? നോക്ക്, പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ.